റിലീസായി വെറും 2 ദിവസം കൊണ്ട് ഒരു മലയാള സിനിമ 100 കോടി കളക്ഷൻ നേടുന്നു. മോളിവുഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ 100 കോടി മറികടന്നത് 9 ദിവസം കൊണ്ട് നേട്ടത്തിലെത്തിയ പൃഥ്വിരാജ് ബ്ലസ്സി ചിത്രം ആടുജീവിതത്തെ. മലയാള സിനിമയെ 100 കോടി എന്ന മാന്ത്രിക നമ്പറിൽ ആദ്യമായി എത്തിച്ച മോഹൻലാൽ എന്ന നടന്റെ ലിസ്റ്റിലേക്കുള്ള 3ാമത്തെ എൻട്രി എമ്പുരാൻ. ഒപ്പം കളക്ഷനിലെ തന്റെ തന്നെ എല്ലാ റെക്കോർഡുകളും മോഹൻലാൽ എന്ന താരം തിരുത്തിക്കുറിക്കുന്ന കാഴ്ചയ്ക്കാണ് എമ്പുരാൻ സാക്ഷിയാകുന്നത്. അത്രമേൽ ഹൈപ്പിലും വൻ താരനിരയിലുമായിരുന്നു എമ്പുരാന്റെ വരവ്. ചിത്രത്തിന്റെ ബഡ്ജറ്റിനെ പറ്റി 150 കോടി 200 കോടി എന്നിങ്ങനെ പല ഊഹാപോഹങ്ങളുണ്ടെങ്കിലും ഔദ്യോഗികമായി ആശീർവാദ് സിനിമാസ് എവിടെയും അതിനെപ്പറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. ലൂസിഫറിന്റെ വിജയം നൽകിയ ആവേശവും പൃഥ്വിരാജ് എന്ന സംവിധായകനിലുള്ള വിശ്വാസവും തുടർ പരാജയങ്ങളിൽ നിന്ന് മോഹൻലാൽ എന്ന താരത്തിന്റെ തിരിച്ചുവരവും പ്രതീക്ഷിച്ചവർക്ക് മുന്നിലാണ് എമ്പുരാൻ എത്തിയത്. വെറും 2 ദിവസം കൊണ്ട് 100 കോടിയിലെത്തിയ ചിത്രം ആ പ്രതീക്ഷ തെറ്റിച്ചില്ലെന്ന് വേണം കരുതാൻ. 14 കോടിക്ക് മുകളിലാണ് സിനിമ ആദ്യ ദിനം കേരളത്തിൽ നിന്നും മാത്രം നേടിയത്. ലിയോയെ കടത്തിവെട്ടി കേരള ബോക്സ് ഓഫീസിലെ ഹയസ്റ്റ് ഫസ്റ്റ് ഡേ കളക്ഷൻ. ഓവർസീസിൽ നിന്ന് മാത്രം ആദ്യ ദിനം നേടിയത് 43 കോടി. അങ്ങനെ റെക്കോർഡുകൾ കൊണ്ട് ബോക്സ് ഓഫീസിൽ എമ്പുരാൻ അമ്മാനമാടുകയാണ്. പുലിമുരുകനിലൂടെയായിരുന്നു 100 കോടിയിലേക്കുള്ള മലയാളത്തിന്റെ തുടക്കം. 2016 ഒക്ടോബർ 7 റിലീസായ പുലിമുരുകൻ വെറും 18 ദിവസം കൊണ്ട് 100 കോടിയിലെത്തിയെന്നാണ് നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടം പറഞ്ഞത്. മലയാളത്തിൽ ഒരു സിനിമ നേടുന്ന ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷൻ. വേഗത്തിൽ 25 കോടിയും 50 കോടിയും പിന്നിടുന്ന ചിത്രം. 100 കോടി ക്ലബിൽ ഇടം നേടുന്ന ആദ്യ മലയാള സിനിമ. തുടങ്ങി പുലിമുരുകൻ സൃഷ്ടിച്ച നേട്ടങ്ങൾ അനവധിയായിരുന്നു. മലയാളത്തിന്റെ 2ാമത്തെ 100 കോടിയും മോഹൻലാലിൻ്റേത് തന്നെ. പുലിമുരുകൻ 2016 കൈവരിച്ച നേട്ടം വീണ്ടും കൈവരിക്കാൻ മോളിവുഡിന് വേണ്ടി വന്നത് 3 വർഷമാണ്. എമ്പുരാന്റെ ആദ്യ ഭാഗമായ ലൂസിഫറാണ് മലയാളത്തിലെ 2ാമത്തെ 100 കോടി ചിത്രം. ഒടിയന്റെ പരാജയത്തിനു ശേഷം താരതമ്യേന അത്ര ഹൈപ്പൊന്നുമില്ലാതെ എത്തിയ ചിത്രം. പൃഥ്വിരാജിന്റെ ആദ്യ സംവിധാന സംരംഭം. അക്കാലത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബഡ്ജറ്റിൽ ഒരുങ്ങിയ സിനിമ റിലീസ് ചെയ്ത് 12 ദിവസങ്ങൾക്കുള്ളിലാണ് നേട്ടത്തിലെത്തിയത്. 127.5 കോടിയാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ. പിന്നീട് 4 വർഷക്കാലം വീണ്ടും 100 കോടി ക്ലബ്ബ് മലയാളത്തിന് അന്യമായിരുന്നു. 2023 ആ വരൾച്ചയെ ഇല്ലാതാക്കിയത് ജൂഡ് ആന്റണിയുടെ 2018 സിനിമയാണ്. 11 ദിവസം കൊണ്ടാണ് ചിത്രം 100 കോടിയിലെത്തിയത്. ഇറങ്ങിയ സമയത്തെ ഇൻഡസ്ട്രി ഹിറ്റ് കൂടിയായിരുന്നു ചിത്രം. 2018 പ്രളയത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയിൽ ടൊവിനോ തോമസ്, ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ അങ്ങനെ വൻ താരനിരയുണ്ടായിരുന്നു. 2024 മലയാളം ഇൻഡസ്ട്രിയുടെ ഗോൾഡൻ ഇയർ എന്ന് വേണമെങ്കിൽ പറയാം. 1ഉം 2ഉമല്ല 6 സിനിമകളാണ് 100 കോടി ക്ലബ്ബിലെത്തിയത്. 2024 ഫെബ്രുവരിക്കും ഏപ്രിലിനും ഇടയിൽ മാത്രം മലയാളത്തിൽ പിറന്നത് 4 100 കോടി ചിത്രങ്ങളാണ്. ഫെബ്രുവരി 9 പുറത്തിറങ്ങിയ പ്രേമലുവാണ് കഴിഞ്ഞ വർഷത്തെ ആദ്യ 100 കോടി ചിത്രം. 31 ദിവസം കൊണ്ടാണ് ചിത്രം നേട്ടത്തിലെത്തിയത്. നസ്ലൻ മമിത ബൈജു കോംബോയിലെത്തിയ സിനിമ സംവിധാനം ചെയ്തത് ഗിരീഷ് ഏടിയാണ്. കേരളത്തിന് പുറമെ ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിലും ചിത്രം മികച്ച പ്രതികരണമായിരുന്നു നേടിയത്. പിന്നാലെ ഫെബ്രുവരി 22 റിലീസായ മഞ്ഞുമൽ ബോയ്സ് മലയാളത്തിന്റെ സീൻ മാറ്റിയ ഒന്നായിരുന്നു. 242 കോടിക്ക് മുകളിലാണ് ചിത്രം വേൾഡ് വൈഡായി കളക്ട് ചെയ്തത്. 2018 പിന്തള്ളി ചിത്രം മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റ് കൂടിയായി മാറിയിരുന്നു. പിന്നീടെത്തിയ പൃഥ്വിയുടെ ആടുജീവിതം 9 ദിവസം കൊണ്ടാണ് 100 കോടി നേട്ടത്തിലെത്തിയത്. ഫഹദിന്റെ ആവേശം 13 ദിവസം കൊണ്ടും ടൊവിനോയുടെ AR 31 ദിവസം കൊണ്ടും നേട്ടം കൈവരിച്ചു. 2024 ഡിസംബർ 20 റിലീസ് ചെയ്ത ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോയാണ് 2024 അവസാന 100 കോടി. മോളിവുഡിലെ ഇക്കൊല്ലത്തെ ആദ്യ 100 കോടിയാണ് എമ്പുരാൻ കൈവരിച്ചത്. ഈ വർഷം ഇറങ്ങിയ സിനിമകളിൽ കുഞ്ചാക്കോ ബോബന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയും ആസിഫ് അലിയുടെ രേഖാചിത്രവുമാണ് ബോക്സ് ഓഫീസിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മലയാള സിനിമയുടെ മാക്സിമം പൊട്ടൻഷ്യലാണ് എമ്പുരാന്റെ പ്രീസെയിലെല്ലാം നമ്മൾ കണ്ടത്. സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. കൂടാതെ സിനിമയെ ചുറ്റിപ്പറ്റി മറ്റ് വിവാദങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഒരു പക്കാ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാതെ തന്നെ 48 മണിക്കൂറിൽ 100 കോടി എത്തിയെങ്കിൽ മോഹൻലാൽ എന്ന നടന്റെ സ്റ്റാർഡം അത്രക്കും വലുതാണ്. വരും ദിവസങ്ങളിലും വിവാദങ്ങളുടെ തണലിൽ സിനിമ ഇന്ത്യ മൊത്തം ചർച്ചാ വിഷയമായി നിൽക്കും. അതിനോടൊപ്പം കളക്ഷനിലും കൂടി മുന്നേറാനായാൽ മലയാള സിനിമയിൽ ബാക്കിയുള്ള റെക്കോർഡുകളും മോഹൻലാൽ തൻ്റെ പേരിലാക്കുമെന്നത് തീർച്ച.